Break. അപ്പൊ അങ്ങനെ ഓപ്ഷൻ വരുന്നതാണ് ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി. ഞാൻ കൊടുത്താലോ തന്നെ വന്നത്. മുമ്പില് തുറക്ക് തുറക്ക്. ഇന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ വഴി ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന്, അല്ലേ? ഞാനും കേട്ടിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെയാണ് മെയിനായിട്ട്. പക്ഷേ ആമസോണിൽ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തപ്പോൾ ഞാനതിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും കൈതെറ്റി വന്നാണോന്നും എനിക്കറിയത്തില്ല. ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് എന്ന് ആ ഓർഡറിൻ്റെ അവിടെ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ അവിടെ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് നേരിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ല. പലപ്പോഴും വീഡിയോകളിലും മറ്റും കണ്ടു പരിചയമുണ്ട്, പക്ഷെ നേരിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഓപ്പൺ ബോക്സ് ഡെലിവറിയെ പറ്റി ഇല്ല. അപ്പോൾ ഇവിടെ ആ സാധനം അറൈവ് ആകുന്ന സമയത്ത് എന്താണ് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ ആ സർപ്രൈസ് എന്താണെന്നും കാണാം. അപ്പം രണ്ടുണ്ട് ഗുണം. ഏത് ആ ഒരു ഇതൊക്കെ മനസ്സിലായോ? സോ അതാണ്. അപ്പോൾ നമുക്ക് സർപ്രൈസ് എന്താണെന്നും കാണാം, ഓപ്പൺ ബോക്സ് ഡെലിവറി എന്താണെന്നും കാണാം. സാധനം വരട്ടെ. അപ്പൊ അങ്ങനെ ഓപ്ഷൻ വരുന്നതാണ് ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി. ഞാൻ കൊടുത്താലോ തന്നെ വന്നത്. എന്താണ്, കത്തി വേണോ? ആ അമ്മ, അമ്മോ ഒരു കത്തി ഇങ്ങനെ. അമ്മ അമ്മ ഒരു കത്തി ഇങ്ങനെ. ഇവിടെ ഒന്ന് പോരാ. പേരെന്താ കസ്റ്റമറുടെ? അയ്യോ ഇല്ല ഇല്ല ഇല്ല, അത് എന്റെ റൂട്ട് തന്നെയാണ്, പക്ഷെ എന്റെ കിട്ടിയിട്ടില്ല. തുറക്കണോ? ഇനിയിപ്പോ ഞാൻ തുറന്നാ പോരെ? ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തു. ഓക്കെ. ചേച്ചിനെ കുറെ നാൾ കാണാനില്ലായിരുന്നല്ലോ. വേറെ ഒരാളും കൂടി ഇവിടെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പാക്കറ്റുള്ളതുകൊണ്ട് വേറെ ഒരാളെ വരുന്നു. സാധാരണ സ്ഥിരം ചേച്ചി ആയിരുന്നു, പിന്നെ ചേച്ചിനെ കുറെ നാൾ കാണാനില്ല. ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയത്. ഇവിടെ വേറെ ആരെങ്കിലും വരാറുണ്ടോ? ഏതൊരു ചേട്ടനാ, അത് രാത്രിയാ വരുന്നേ. രാത്രി 9 മണി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലോഡാണേ. ഞാൻ ഫസ്റ്റ് ലോഡ് എടുക്കും, പുള്ളി സെക്കൻഡ് ലോഡ് എടുക്കും. ഉച്ച കഴിഞ്ഞിട്ട് വരുമ്പോ ചിലപ്പോൾ പുള്ളി ലേറ്റ് ആവും. ഞാൻ കവർ ചെയ്ത് ഇവിടെ വരുമ്പോൾ ലേറ്റ് ആവും. രാത്രി 9 മണിയൊക്കെ ആവും ചില സമയത്ത്. OTP ഉണ്ട്, പറഞ്ഞു കേട്ടോ. മുമ്പില് തുറക്ക് തുറക്ക്. എന്താണത് മേടിച്ച? തുറക്ക്, ഓപ്പണാക്ക്. കത്തി വേണോ? പോരട്ടെ. എന്റെ ദൈവം, എന്തിനാണ് ഇതിപ്പോ വാങ്ങിച്ച നീ?
തുറക്ക്. പഴയതാ. പിന്നെ എന്ത് സാരമില്ല. ഫോണായിരുന്നു മാറ്റണ്ട. ഫോൺ വാങ്ങാനുള്ള ക്യാഷ് ഫോണ് ചുമ്മാ ഇനിയിപ്പോ പൈസ കളയണ്ടായിരുന്നു. സാറില്ല, അമ്മയ്ക്ക് ഹെഡ്ഫോൺ ഇല്ലായിരുന്നല്ലോ, അത് പഴയതായി. കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചപ്പോൾ എനിക്ക് അതിന് ദയനീയാവസ്ഥ മനസ്സിലായത്. സമ്മർ സെയിലിൽ വന്നപ്പോൾ എടുത്താ. ഏതാ പോലും? റിയൽമി ബഡ്സ് T310. റിയൽമിയുടെ ഇഷ്ടായില്ലേ? കേട്ടായോ നോക്കട്ടെ. വെച്ച് നോക്കി, ചെവിയിൽ വെച്ച് നോക്കി. എന്നിട്ട് എന്തെങ്കിലും പ്ലേ നോക്കാം. എങ്ങനെയുണ്ട്? മറ്റേ കഴിഞ്ഞ ക്ലാരിറ്റി ഇല്ലേ? നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല തോന്നുന്നു. ഹലോ, കേക്കുന്നുണ്ട്. ഇതിന്റെ ചാർജറോ? അപ്പം ചാർജർ മറ്റേ സി ടൈപ്പ് ഇല്ല എന്റെ, അത് അതന്നെ. ഇതിനകത്ത് ഉണ്ടാവില്ല? കാണുമായിരിക്കണമല്ലോ. അതില്ല. ഒരു ബഡ്സ് ഇല്ലേ? ബഡ്സ് മാത്രമുണ്ട്. ഇതല്ലേ എക്സ്ട്രാ? ഇത് തന്നെ. അവിടെ ചാർജറിനകത്ത് വന്നിട്ടില്ല. കുഴപ്പമില്ല, നമ്മുടെ സി ടൈപ്പ് തന്നെ. സി ടൈപ്പ് ഇല്ലേ അമ്മ? അത് തന്നെ. ഇതാ സി ടൈപ്പ് തന്നെ. ഇതാ ഇഷ്ടപ്പെട്ടോ? നീ ബോട്ടിന്റെ ഇഷ്ടപ്പെട്ടു. നീ ബോട്ടിന്റെ പറഞ്ഞ നല്ലത്. റിയൽമിയുടെ ബോട്ടിന്റെ നല്ലതാ, പക്ഷെ റിയൽമി ഇതിന് ഓഫർ കണ്ടുകൊണ്ട് മേടിച്ച. ഓഫറും നല്ല സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കണ്ടുകൊണ്ട് മേടിച്ച. നല്ല കളറല്ലേ ഈ ബോക്സിന്റെ? നല്ല കളർ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വെൽക്കം. തിരിച്ചെടുത്ത് വെക്കണം. ഈ കോൾ വരുമ്പോൾ അതെടുത്ത് ചെവി വെച്ചാൽ മതി. ചാർജ് ചെയ്യണ്ടേ അപ്പൊ? അതിന് ചാർജ് ഉണ്ടെന്നൊന്നുമില്ല. അത് പച്ച കളറല്ലേ? പച്ച കളർ ആണെങ്കിൽ ചാർജ് ഉണ്ടെന്ന് അർത്ഥം. ഫസ്റ്റ് ചാർജ് ചെയ്യണ്ട? ഫസ്റ്റ് കുറച്ചു നേരം ചാർജിന് ഇട്ടേക്ക്. ഇവിടെ ഇരുന്ന് ചാർജർ എന്തി? അതാ മുറിയില്ല. അപ്പൊ ചാർജിന് ഇട്ടേക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമുക്ക് ഒരു ബോക്സ്, ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, അവിടെ ആ ചേച്ചി നമ്മുടെ മുമ്പിൽ വെച്ച് ആ ബോക്സ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ ബോക്സിനകത്ത് എന്താണുള്ളതെന്ന് അവർക്കും കാണാം, നമുക്കും കാണാം. ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില ആൾക്കാർ പറയാറില്ലേ, ഐഫോൺ ഓർഡർ ചെയ്തിട്ട് സോപ്പ് പെട്ടി വന്നു അല്ലെങ്കിൽ വേറെ എന്തോ വന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണാറില്ലേ. അപ്പോൾ ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ വെച്ച് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കതറിയാമല്ലോ എന്താണെന്നുള്ളത്. നമുക്കറിയാം ഫേക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി ഉള്ളത്. ഫ്ലിപ്കാർട്ടിലാണ് ബേസിക്കലി ഈ സാധനം ഉള്ളതെങ്കിലും ഇപ്പം ആമസോണിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുത്തതെന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൈ തട്ടിയോ മറ്റോ വന്നാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അതങ്ങനെ വന്നോണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അങ്ങനെ. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അമ്മയും ഹാപ്പിയായി. കുറേ നാളായി പുള്ളിക്കാരി ആ ഒരു പഴയ ഇയർഫോൺ ഉപയോഗിച്ചുള്ള സാധനമായിട്ട്. അപ്പം ഇതിപ്പോൾ റിയൽമിയുടെ T300 എന്ന് പറയുന്നൊരു മോഡലാണ് മേടിച്ചത്. സോറി പറഞ്ഞത്. ഓക്കെ, T300 എന്ന് പറഞ്ഞൊരു മോഡലാണ് മേടിച്ചത്. ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയാം, എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പം സ്റ്റാർട്ടിങ് നോക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, കോൾ ക്വാളിറ്റി ഉണ്ട്, അടിപൊളിയാണ്.
ബാക്കി ഇനി മുമ്പോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇതായത് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ നമുക്ക് നാളെ കാണാം. ബൈ.